നീയൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാസ് തന്നില്ല. അതാ ഇപ്രാവശ്യം ഡ്രോ ആവാനുള്ള കാരണം. അതിന് പാസ് തരാൻ ഞങ്ങളുടെ ഈ ബോൾ കിട്ടേണ്ടേ എണ്ണ. ആ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ചതിന്റെ ബൂട്ട് സൈസ് ഒരു 1/2 ഇഞ്ച് കുറവായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ കോർണർ എടുക്കാൻ നിന്ന സമയത്ത് അണ്ണ പോസ്റ്റിന്റെ അകത്ത് കയറിയിട്ട് ഐ ആം ബാക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിനായിരുന്നു? എടാ ഞാൻ ഗോളിയുടെ ബാക്കി ഉണ്ടെന്ന് പറഞ്ഞതാ. ഒരു മിനിറ്റ്. ഹലോ ഇട്ടാ? അവനെ കൊണ്ട് ആരാണ് ആ സ്പീഡാ? ആ വെട്ടിയാർ എന്നെ വീണ്ടും ട്രോളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നിന്നെ നോക്കി. അങ്ങേർക്കയിൽ നമ്മളെ കൊണ്ടൊരു ഗുണമുണ്ടല്ലോ. അവനെക്കാട്ടി ഇപ്പം നീയാണ് കേട്ടോ എന്നെ ട്രോളുന്നത്. നാട്ടുകാരുടെ അടുത്ത് നീ എന്തോ പറയും? നാട്ടുകാരെ പറ്റിക്കാണ് പാട്. എന്നാ പിടിച്ചോ. ചെറിയ ടീമുകളായിട്ട് കളിച്ച് ഫൈനലിൽ കളിക്കാനല്ല പോർച്ചുഗൽ ഇവിടം വരെ വന്നത് എന്ന് പറഞ്ഞാൽ പോരെ. എൻ്റെ അണ്ണ, എൻ്റെ പ്രശ്നം അതല്ല. ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ പോലെ അപ്പുറത്ത് മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. അതും ഫ്രീ കിക്ക്. ഗോൾ അടിക്കാൻ വേണ്ടി ശപഥം ചെയ്തൊരു മനസ്സാങ്ങിയത്. നിങ്ങൾക്ക് അങ്ങനെ തോപ്പിക്കാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞിട്ട് പോയവന്മാര് ദൃശ്യം 3 ആയിട്ട് വീണ്ടും വന്നില്ലേ. എന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പും കളിക്കുന്നല്ലേ. ഓഫ് കോഴ്സ് ഫിറ്റ്നസ് ഓക്കെ. ഇനി വേണമെങ്കിൽ 2 വേൾഡ് കപ്പ് കൂടെ സിമ്പിൾ ആയിട്ട് കളിക്കും. അത്രയ്ക്കായ എങ്കിൽ ചത്ത് കളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് എടുത്ത് തന്നിട്ട് തന്നെ ആയിരിക്കും. ഇവരുടെ അടുത്ത് ഇത്രയും സ്നേഹമോ?